രഞ്ജിത്ത്, ഇപ്പോൾ ഇന്നത്തെ തിരച്ചിലിന് പ്രത്യേകതയുണ്ടല്ലോ. ഓരോ സംഘങ്ങളായി തിരിച്ച് 6 സ്ക്വാഡുകളായി, ഓരോ സ്ക്വാഡിലും 30ഓളം, ഓരോ ടീമിലും 30 പേർ വീതമായിട്ട് 6 സെക്ടറുകളിൽ നടക്കുന്ന പരിശോധനയാണല്ലോ. ഇപ്പോൾ പുഞ്ചിരിമറ്റത്തെ തിരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. എന്താണിപ്പോൾ അവിടെ നിന്ന് നൽകാവുന്ന വിവരം രഞ്ജിത്ത്? എൻ്റെ ടെലിഫോൺ കണക്ഷൻ കട്ടായിട്ടുണ്ട്. ഞാൻ ഒരുപക്ഷെ സംസാരിക്കുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഈ ഭാഗത്ത്, ഈ പുഞ്ചിരിമറ്റം ഭാഗത്ത് ഇതിൻ്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ 10-52 ഡിപ്പാർട്ട്മെൻറ്റുകളായി, സെക്ടറുകളായി തിരിച്ചുകൊണ്ടാണ് ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രഭവ കേന്ദ്രമാണ്. ആ ഭാഗത്തു നിന്നൊക്കെ കുറേ പേരെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒഴിപ്പിച്ച ഭാഗത്ത് പരിശോധന നടത്തേണ്ടതില്ല, കാരണം പല ഭാഗത്തും അവിടെ പരിശോധന നടത്തി അവിടെയൊക്കെ സേഫാണ് എന്നും ഇവിടെ പരിശോധന പൂർത്തിയാക്കിയെന്നുമൊക്കെ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്കൊന്നും പരിശോധന നടത്തില്ല. കരസേനയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. TV പ്രസാദ് ഉണ്ട് എനിക്കൊപ്പം. ഈ ഭാഗത്ത് സ്വാഭാവികമായിട്ട് എത്ര വീടുകളാണ് ഇനി കണ്ടെത്താനുള്ളതെന്ന് പറഞ്ഞു? ആകെയുള്ള വീടുകൾ ഏതാണ്ട് രഞ്ജിത്തെ 32 വീടുകളാണ്. 32 വീടുകളിൽ 41 പേരെയാണ് ഇനിയിപ്പോൾ കണ്ടെത്താനുള്ളത്. മിനിഞ്ഞാന്ന് ഉച്ചക്കാണല്ലോ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ എത്തിയത്. അപ്പോൾ രക്ഷാപ്രവർത്തകരും ഇവിടെ എത്തിയിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഒന്നും നടന്നില്ല, ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അവർ കൈകൊണ്ടാവുന്നതൊക്കെ ചെയ്തു. ഇന്നലെ 2 വലിയ ഹിറ്റാച്ചികൾ വന്ന്, നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ, ഈ വലിയ ഹിറ്റാച്ചികൾ പിറകിലോട്ട് പോയാൽ ഈ ഹിറ്റാച്ചികൾ വന്ന് ഈ വീട്, ഇപ്പോൾ നമ്മൾ ഈ കണ്ടിരിക്കുന്നത് ഇന്നലെ ഹിറ്റാച്ചി വെച്ച് ഇതിൻ്റെ മേൽക്കൂരയെല്ലാം ഇളക്കി മാറ്റിയതാണ്. മേൽക്കൂര ഇളക്കി മാറ്റുമ്പോഴാണ് അതിൻ്റെ അടിയിൽ വലിയ മരങ്ങളും കല്ലുകളും ചെളിയും നിറഞ്ഞിരിക്കുന്നു. താഴെ അസ്ഥിവാരം വരെ തോണ്ടി നോക്കിയപ്പോഴും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഇതിൽ സംഭവിക്കാനുള്ള ഈ വീട് ഇതുപോലെ എത്ര വീടുകളുണ്ട്? ഇതുപോലെ ആകെയുള്ളത് 32 വീടുകളാണ്. അതിലേതാണ്ട് 22 വീടുകൾ ഫുള്ളായി തകർന്നു എന്നുള്ളതാണ് പറയുന്നത്. ബാക്കി ഈ അരികിൽ കാണുന്ന ഏതാണ്ട് 10 വീടുകൾ. നമുക്ക് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ പാറക്കല്ലുകൾ, ഒരു വീടിനോളം വലിപ്പമുള്ള പാറക്കല്ലുകളാണ്. അതൊക്കെ നീക്കി ഇനിയൊരു രക്ഷാപ്രവർത്തനം സാധ്യമല്ലല്ലോ ആ ഭാഗത്തും? അതല്ല, ഇന്നിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങോട്ട് ഹിറ്റാച്ചി തന്നെ വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പലരോടും സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതായത് ഹിറ്റാച്ചി വെച്ച് മാന്തിയിട്ടൊന്നും കാണുന്നില്ല രഞ്ജിത്തെ. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത്, ഇവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്, വലിയ പാറക്കല്ലുകളും മരങ്ങളും ആർത്തലച്ച് വന്ന സമയത്ത് സ്വാഭാവികമായും ഇവർ പേടിച്ച് ഉറങ്ങുന്ന സമയത്ത് പേടിച്ച് പുറത്തേക്ക് ഓടിയിട്ടുണ്ടാവുമല്ലോ. ആ ഓടുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം ഫോഴ്സിൽ ഈ ഒഴുക്കിലേക്ക് പെട്ടുപോകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സുദേവൻ്റെ വീട്ടിലായാലും മറ്റിടങ്ങളിലായാലും എത്ര മാന്തിയിട്ടും ആരെയും കണ്ടെത്താൻ പറ്റാത്തൊരു സ്ഥിതി. ഇനിയിപ്പോൾ ഈ പരിശോധനയിൽ ഇപ്പോൾ നായ വന്ന് പരിശോധിക്കുമ്പോഴും നായക്ക് 1 മീറ്റർ മാത്രമേ താഴേക്ക് കിട്ടൂ. ഇപ്പോൾ മനുഷ്യസാധ്യമായതാണ് ആർമിയും പോലീസും ഫയർഫോഴ്സും ഇവരൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുത്തി നോക്കാൻ മാത്രമേ പറ്റൂ. അതുകൊണ്ട് തന്നെ എത്രത്തോളം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ രഞ്ജിത്തെ ഈ പുഴയുമായി ബന്ധപ്പെട്ട് ഇത് ഒഴുകിപ്പോയ ഭാഗത്തായിരിക്കാം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും TV പ്രസാദ് സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ പ്രഭവ കേന്ദ്രത്തോട് ഏറ്റവും ചേർന്ന ഭാഗത്താണ് ഈ പുഞ്ചിരിമറ്റത്തെ ഈ ഭാഗം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. ആ ഫോഴ്സിൽ തന്നെ ഇതിൽ ഒഴിച്ചു പോകാൻ ആദ്യത്തെ ഉരുൾപൊട്ടലിലും രണ്ടാമത്തെ ഉരുൾപൊട്ടലിലും ഇവിടെ നിന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യവാസമുള്ള ഭാഗത്ത് തിരച്ചിൽ നടക്കുമ്പോൾ